സമസ്തയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുൽഫിക്കർ അലിയാണ് എന്നോടൊപ്പം ഉള്ളത്. പ്രതീക്ഷ നൽകുന്ന ഒരു ഉത്തരവാണോ കോടതിയിൽ നിന്നുണ്ടായത്? ഒരു പരിധിവരെ നമ്മളുടെ ആശങ്കകൾ ദൂരീകരിക്കുന്ന ഒരു വിധിയാണിത്. പ്രധാനമായും ഈ സെക്ഷൻ 3C എന്ന് പറഞ്ഞ് പുതുതായി അവതരിപ്പിച്ചൊരു വകുപ്പുണ്ട്. ആ വകുപ്പ് പ്രകാരം ഡിസ്ട്രിക്ട് കലക്ടർക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയാണ് ഇതിലെ ആ വകുപ്പ് പ്രകാരം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. അപ്പോൾ ഒരു പ്രോപ്പർട്ടി, ഏതെങ്കിലും ഒരു വഖഫ് പ്രോപ്പർട്ടി സർക്കാർ പ്രോപ്പർട്ടി ആണ് എന്നുള്ള ഒരു തർക്കം ആരെങ്കിലും ഉന്നയിച്ചാൽ ആ തർക്കം ഗവൺമെൻറ് ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസറെ ചുമതലപ്പെടുത്തി അന്വേഷിപ്പിക്കണമെന്നാണ് വകുപ്പ് പറയുന്നത്. അത്തരത്തിലൊരു അന്വേഷണം തുടങ്ങിയാൽ ആ അന്വേഷണത്തിൻ്റെ കമൻസ്മെൻറ്റിൽ തന്നെ ആ നിമിഷം മുതൽ ആ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി അല്ലാതായി മാറുമെന്നും അന്വേഷണത്തിൻ്റെ ഒടുക്കം അത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് കണ്ടെത്തുന്നത് വരെയും അത് സർക്കാർ ഭൂമി ആയിരിക്കുമെന്നും വഖഫ് അല്ലാതായി മാറുമെന്നുമാണ് ഒരു വകുപ്പുണ്ടായിരുന്നത്. ആ വകുപ്പായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കിയ ഒരു വകുപ്പ്. കാരണം ഇന്ത്യയിലാകമാനമുള്ള ഒട്ടനവധി വഖഫ് പ്രോപ്പർട്ടികൾ വളരെ ഈസി ആയിട്ട് സർക്കാരിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമായിരുന്നു. വളരെ പൗരാണികമായ വഖഫുകൾ, ആൻഷ്യൻ്റ് മോണ്യുമെൻ്റ് ഉൾപ്പെടുന്ന വഖഫുകൾ, ഇപ്പോൾ ഡൽഹി ജുമാ മസ്ജിദ് പോലെയുള്ള വഖഫുകൾ, ഈ വഖഫിലൊക്കെ സർക്കാരിന് വളരെ ആരെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് ഏതെങ്കിലും ഒരു പൊതുതാൽപര്യ ഹർജിയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലൊരു തർക്കം ഉന്നയിക്കപ്പെടുക, ഇതൊരു സർക്കാർ ഭൂമിയാണ് എന്ന് തർക്കം ഉന്നയിക്കുകയും ആ തർക്കം ഉന്നയിക്കപ്പെട്ട ആ നിമിഷം തന്നെ അത് അന്വേഷണത്തിന് ഉത്തരവിടുകയും ആ അന്വേഷണം തീരുന്നത് വരെ ഇത് വഖഫ് അല്ലാതായി മാറുന്നൊരു സാഹചര്യമായിരുന്നു സെക്ഷൻ 3C മുന്നോട്ട് വെച്ചത്. ആ വകുപ്പ് പരിപൂർണമായി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കോടതി പറഞ്ഞത് സർക്കാർ നിയമിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെ ഒരു വസ്തു സർക്കാർ വസ്തുവാണോ വഖഫ് വസ്തുവാണോ എന്ന തർക്കം അന്വേഷിക്കുന്നത് ഒരു നാച്ചുറൽ ജസ്റ്റിസിൻ്റെ തത്വത്തിൻ്റെ ലംഘനമാണെന്നും പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ലംഘനമാണെന്നും അത് നിയമപരമായി നിലനിൽക്കുന്നൊരു വകുപ്പല്ല എന്നും അന്വേഷണം ട്രൈബ്യൂണലെ പോലെയുള്ള ഒരു ജുഡീഷ്യൽ അധികാരിയാണ്, ജുഡീഷ്യൽ ഫോറമാണ് അന്വേഷണം നടത്തേണ്ടതെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നതുവരെ ഈ വകുപ്പ് പരിപൂർണമായും സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് സർക്കാർ ഈ വകുപ്പിൽ ഈ നിയമ ഭേദഗതിയിലൂടെ ഉദ്ദേശിച്ചിരുന്ന ആയിരക്കണക്കായ വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള, വഖഫ് സ്വത്തുക്കളിലേക്ക് കയ്യേറാനുള്ള സർക്കാരിൻ്റെ ശ്രമം ഇതോടെ തിരിച്ചടിയായിരിക്കുന്നു. ആ ശ്രമത്തിന് ഒരു പരിധിവരെ വിലങ്ങ് വീണിരിക്കുന്നു. ജില്ലാ കളക്ടർക്ക് നൽകിയ അധികാരങ്ങൾ എങ്ങനെയാണ് പരിമിതപ്പെടുത്തിയത്? ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി പരിപൂർണമായും സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ആ സെക്ഷൻ 3C കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. അത് വലിയ ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. വളരെ നമുക്ക് ഒരുപാട് നമ്മുടെ ആശങ്കകൾ അതോടുകൂടി ദൂരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വഖഫ് ബോർഡുകളിലും നാഷണൽ വഖഫ് കൗൺസിലും നോൺ മുസ്ലിമിനെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ള വകുപ്പ് മിനിമം 2 പേരെ നിർബന്ധമായും ഉൾപ്പെടുത്തണം എന്നാണ് പുതിയ ഭേദഗതി നിയമം പറയുന്നത്. പക്ഷേ മാക്സിമം എത്ര ആയിരിക്കണമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഭൂരിപക്ഷം വരുന്ന വഖഫ് കൗൺസിലെയും വഖഫ് ബോർഡിലെയും ഭൂരിപക്ഷം വരുന്ന അംഗങ്ങളെ നോൺ മുസ്ലിമായിട്ടോ അമുസ്ലിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഒരു മത സ്വഭാവം, റിലീജിയസ് ക്യാരക്ടർ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. അത് സ്റ്റേ ചെയ്യുകയും കൂടിപ്പോയാൽ സംസ്ഥാന വഖഫ് ബോർഡുകളിൽ 3 നാഷണൽ വഖഫ് കൗൺസിലുകളിൽ 4 അതിലധികം മാക്സിമം 3 or 4 ഈ പറഞ്ഞ ബോർഡുകളിൽ 3 നാഷണൽ കൗൺസിൽ 4 മാത്രമേ നോൺ മുസ്ലിംകളെ ഉൾപ്പെടുത്താൻ കഴിയൂ എന്നാണ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. നോൺ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തരുത് എന്നുള്ള ആയിരുന്നില്ല ഹർജിക്കാരുടെ ഒരു ആവശ്യം? അതെ, നമ്മുടെ ഒരു ആവശ്യം ഈ നോൺ മുസ്ലിങ്ങൾ മിനിമം 2 പേർ നോൺ മുസ്ലിങ്ങളായിരിക്കണമെന്ന മാൻഡേറ്ററി പ്രൊവിഷൻ ഉണ്ടായിരുന്നു, ഒരു നിർബന്ധ അവസ്ഥയായിരുന്നു. അത് പാടില്ല എന്നതായിരുന്നു. നോൺ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതൊരു നിർബന്ധിതമായി സർക്കാർ ഒരു പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിലൂടെ ഒരു വഖഫ് ബോർഡ് പോലെയുള്ള വഖഫ് കൗൺസിൽ പോലെയുള്ള ഒരു മത സംവിധാനത്തിനകത്തേക്ക് അമുസ്ലിങ്ങളെ സർക്കാർ നിയമത്തിലൂടെ നിർബന്ധമായും ഉൾപ്പെടുത്തിയിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഒരു മാൻഡേറ്ററി പ്രൊവിഷൻ ഭരണഘടനാ വിരുദ്ധമാണ് എന്നതായിരുന്നു നമ്മുടെ അവകാശവാദം. ഏതായാലും അതിൻ്റെ ഭരണഘടനാ സാധുത കോടതി പിന്നീട് വിശദമായ വാദം കേട്ട് തീരുമാനിക്കും. ഇപ്പോൾ നിലവിൽ 2 പേരെ നിയമിക്കാം, പക്ഷേ 3-ൽ കൂടരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മതസ്വഭാവം, ഈ വഖഫ് ബോർഡുകളുടെ വഖഫ് കൗൺസിലിൻ്റെ മതസ്വഭാവം, റിലീജിയസ് ക്യാരക്ടർ നിലനിർത്താൻ ആവശ്യമായ അംഗങ്ങൾ, ഭൂരിപക്ഷം വരുന്ന അംഗങ്ങൾ മുസ്ലിങ്ങളായിരിക്കുമെന്നത് നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ഇടക്കാല ഉത്തരവാണ് വന്നിരിക്കുന്നത്. ഇതിന് മുന്നോട്ടുള്ള കോടതിയിലെ നിയമ പോരാട്ടം ഇനിയിപ്പോൾ ഇത് നിലവിലുള്ള ഈ ഇടക്കാല ഉത്തരവ് ഇതിൻ്റെ ഒരു അന്തിമ വിധി വരെ പ്രാബല്യത്തിലുണ്ടായിരിക്കും. അപ്പോൾ ഒരു പരിധിവരെ നമ്മുടെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി വഖഫ് നിയമത്തിൻ്റെ ഈ പുതിയ ഭേദഗതി നിയമത്തിൻ്റെ ഭരണഘടനാ സാധുത കോടതി പരിശോധിക്കും. അത് ഒരു കൂടിയ ശതമാനവും ഇതൊരു ഭരണഘടനാ ബെഞ്ചിലേക്ക് റെഫർ ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്.